പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ സൗദി തുറമുഖത്തു നിന്നും ലൈബീരിയൻ പതാകയേന്തിയ കപ്പൽ മുംബൈയിലെത്തി. സൗദി തുറമുഖമായ റാസ് തനുരയിൽ നിന്നും ഒരു ഇന്ത്യക്കാരന്റെ നേതൃത്വത്തിൽ അസംസ്കൃത എണ്ണ നിറച്ച ലൈബീരിയൻ പതാകയുള്ള കപ്പൽ ഹോർമുസ് കടലിടുക്ക് വഴി മുംബൈ തുറമുഖത്തെത്തിയതായി മുംബൈ പോർട്ട് ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ കപ്പൽ കടത്താൻ ഇറാൻ അനുമതി നൽകിയതിനെ തുടർന്ന് ബുധനാഴ്ച ടാങ്കർ ഷെല്ലോങ് സൂയസ് മാക്സ് മുംബൈ തുറമുഖത്ത് എത്തിയതായിട്ടാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിനെ തുടർന്ന് സമുദ്ര ഗതാഗതം ഏതാണ്ട് നിലച്ച കടലിടുക്കിലൂടെ ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അധികൃതർ തീരുമാനിച്ചതായി വൃത്തങ്ങൾ പറഞ്ഞതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസം. പ്രതികാരമായ സംഘർഷത്തിന്റെ പേരിൽ ടെഹ്റാൻ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടു. ലൈബീരിയ പതാക വഹിച്ച ഷെൻലോങ് സൂയസ് മാക്സ് ക്രൂഡ് ഓയിൽ മാർച്ച് 1 സൗദി തുറമുഖമായ റാസ് തനൂരയിൽ നിന്നും പുറപ്പെട്ടിരുന്നു. തന്ത്രപരമായി നിർണായകമായ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾ ഇറാന്റെ അനുമതി നേടണമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ നാവികസേനയുടെ കമാൻഡർ നേരത്തെ പറഞ്ഞിരുന്നു. അല്ലാത്തപക്ഷം അവ ഇറാനിയൻ ആക്രമണങ്ങളുടെ ലക്ഷ്യമായി മാറിയേക്കാം. ഇറാന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച 2 കപ്പലുകൾ ബുധനാഴ്ച കടലിടുക്കിൽ ലക്ഷ്യമാക്കിയതായി റിയൽ അഡ്മിറൽ അലിറേസ തങ്സിരി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാമെന്ന് ഉറപ്പുണ്ടായിരുന്നു. എക്സ്പ്രസ് റോം, മയൂരി, നരി എന്നീ കപ്പലുകളിലെ ജീവനക്കാരോട് ചോദിക്കണം. ഇന്ന് പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് മുന്നറിയിപ്പുകൾ അവഗണിച്ച് കടലിടുക്ക് കടക്കാൻ ഉദ്ദേശിച്ചെങ്കിലും പിടിക്കപ്പെട്ടു. കടന്നുപോകാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു കപ്പലും ഇറാനിൽ നിന്നും അനുമതി വാങ്ങണം. ഇറാനിയൻ ജനറൽ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകൾക്ക് ഇറാൻ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതായും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാത്ത കപ്പലുകൾക്ക് ഈ കടലിടുക്ക് വഴി സുരക്ഷിതമായി സഞ്ചരിക്കാമെന്ന് ടെഹ്റാൻ പറഞ്ഞതായും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ തീരത്തെ ഒമാനിൽ നിന്നും വേർതിരിക്കുന്ന ഇടുങ്ങിയ ചാനലിലൂടെ പ്രതിദിനം 20 ദശലക്ഷത്തിലധികം ബാരൽ അസംസ്കൃത എണ്ണ കടന്നുപോകുന്നു. ആ അളവ് ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം 1/5 ഭാഗത്തെയും സമുദ്രമാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/4 ഭാഗത്തെയും പ്രതിനിധീകരിക്കുന്നു. ലോകത്തിലെ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഒരു പ്രധാന പങ്ക് ഇതേ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒഴുക്ക് ഹ്രസ്വമായെങ്കിലും കുറയുമ്പോൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിലും വിതരണ ശൃംഖലകളിലും ഗാർഹിക ബജറ്റുകളിലും അനന്തരഫലങ്ങൾ പടരുന്നു. അതേസമയം നിലവിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇന്ത്യൻ പതാകയുള്ള 28 കപ്പലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇന്ത്യയുടെ ഷിപ്പിംഗ് മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചു. ഇതിൽ 24 കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറ് ഭാഗത്തായി 677 ഇന്ത്യൻ നാവികരെയും 4 കപ്പലുകൾ കടലിടുക്കിന് കിഴക്ക് ഭാഗത്തായി 101 ഇന്ത്യൻ നാവികരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ സുരക്ഷ സജീവമായി നിരീക്ഷിച്ചു വരികയാണെന്ന് മന്ത്രാലയം അറിയിച്ചു. സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നതിനും സഹായം ഏകോപിപ്പിക്കുന്നതിനുമായി 2026 ഫെബ്രുവരി 28 മുതൽ മന്ത്രാലയത്തിലും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യൻ നാവികർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആവശ്യമുള്ളിടത്തെല്ലാം സഹായം നൽകുന്നതിനും അധികാരികൾ, കപ്പൽ മാനേജർമാർ, റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നിവർ ഇന്ത്യൻ എംബസികളുമായി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്നു. ഇന്ത്യൻ നാവികരുടെയും ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളുടെയും സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സമുദ്ര സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.